ഈജിപ്തിലെ കൊയ്റയിൽ വഴിമുട്ടിയ വെടിനിർത്തൽ കരാറിന് പാരീസിൽ ജീവൻ പകരാനാണ് അമേരിക്കയുടെ തീവ്ര ശ്രമം. അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ ഇസ്രായേൽ സംഘം ചർച്ചകളുടെ ഭാഗമാകുന്നുണ്ട്. ഹമാസുമായി വിട്ടുവീഴ്ചയില്ലെന്ന തീരുമാനത്തിലാണ് ചർച്ചകൾ മുന്നോട്ടു പോകുന്നത്. അറബ് സമ്മർദ്ദം കണക്കിലെടുത്ത് വിശുദ്ധ മാസം ആഗതമാകും മുമ്പ് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള സാധ്യതകളാണ് അമേരിക്ക ആരായുന്നത്. CIA മേധാവിക്ക് പുറമെ ഖത്തർ, ഈജിപ്ത് സംഘവും പാരീസിലുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ ഇസ്രായേൽ സംഘം പാരീസിൽ നിന്ന് മടങ്ങുമെന്നാണ് വിവരം. വെടിനിർത്തൽ കരാർ രൂപരേഖയ്ക്ക് ഇസ്രായേൽ അനുമതി ലഭിച്ചാൽ ഹമാസിന്റെ പ്രതികരണം നേടാനാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം. ഗാസയിൽ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ നടപടികളെ അനുഭാവപൂർണമായാണ് നോക്കിക്കാണുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു. എന്നാൽ നെതന്യാഹുവിന്റെ നിക്ഷിപ്ത രാഷ്ട്രീയ താൽപര്യങ്ങളാണ് കൈറോ ചർച്ച തകരാൻ കാരണമെന്നും ഒസാമ ഹംദാൻ കുറ്റപ്പെടുത്തി. ഗാസയിൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് ഇസ്രായേൽ. ഇന്നലെ മാത്രം 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ മരണസംഖ്യ 29,514. ഗാസ ഭയാനക ദുരന്തത്തിന്റെ വക്കിലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. UN ഏജൻസിയുടെ പിൻവാങ്ങലിനെ തുടർന്ന് സഹായ വിതരണം നിലച്ചത് ഗുരുതര പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. 7 ലക്ഷം പേരെ പട്ടിണി ബാധിച്ചിരിക്കെ ഉപരോധം ലംഘിച്ച് സഹായം എത്തിക്കാൻ വൈകരുതെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളോട് ഹമാസ് നേതൃത്വം ആവശ്യപ്പെട്ടു. അതിനിടെ ഭാവി ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന് തന്നെയായിരിക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രതികരണം വെടിനിർത്തൽ ചർച്ചാ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിച്ച് ഗാസയുടെ നിയന്ത്രണം കൈയടക്കാനുള്ള ഇസ്രായേൽ പദ്ധതിയുടെ വിവരങ്ങൾ നെതന്യാഹു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിൽ 3300-ലേറെ പുതിയ കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കാനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. 3 ഫലസ്തീനികൾ വെടിയുതിർത്ത് ഇസ്രായേലി സൈനികർ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേൽ ധനമന്ത്രി കുടിയേറ്റ വ്യാപന പദ്ധതി വ്യാപിപ്പിച്ചത്. 3 ഫലസ്തീനികൾ വെടിയുതിർത്ത് ഇസ്രായേലി സൈനികർ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേൽ ധനമന്ത്രി കുടിയേറ്റ വ്യാപന പദ്ധതി പ്രഖ്യാപിച്ചത്. 300 വീടുകൾ കേദാറിലും 2350 എണ്ണം മാലി അദൂമിലും 700 വീട് ഇഫ്രാത്തിലുമാണ് നിർമ്മിക്കുക. ഓരോ വർഷവും ഇസ്രായേൽ ഫലസ്തീനികളെ അവരുടെ താമസ കേന്ദ്രത്തിൽ നിന്ന് തുരത്തി കുടിയേറ്റം വ്യാപിപ്പിക്കുകയാണ്. ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ മുഖ്യ കാരണം ഇതാണ്. വെസ്റ്റ് ബാങ്കിൽ 3300-ലേറെ പുതിയ കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനം ദോഷം ചെയ്യുമെന്ന് അമേരിക്കയും ജർമ്മനിയും വ്യക്തമാക്കി. 300 വീടുകൾ കേദാറിലും 2350 എണ്ണം മാലി അദൂമിലും 700 വീട് ഇഫ്താറിലുമാണ് നിർമ്മിക്കുകയെന്ന് ഇസ്രായേൽ അറിയിക്കുകയായിരുന്നു. അനധികൃത കുടിയേറ്റം സ്ഥിതി വഷളാക്കുമെന്ന് US സ്റ്റേറ്റ് വകുപ്പും ജർമ്മനിയും പ്രതികരിച്ചു. ഗാസയുടെ ഭൂവിസ്തൃതി കുറയ്ക്കാനുള്ള നീക്കത്തെയും അമേരിക്ക എതിർക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. ഹമാസിനും ഹൂതികൾക്കുമെതിരായ നടപടികൾ വിജയം കണ്ടില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 4.5 മാസത്തിലേറെ പിന്നിട്ടിട്ടും ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ തകർക്കുന്നതിൽ വേണ്ടത്ര വിജയിക്കാനായില്ലെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. Malayali Warta Plus, like, share and subscribe.